നാളെയോ മറ്റന്നാളോ എപ്പോ വേണമെങ്കിലും എടുത്തോ, ഞങ്ങൾ ആരും എതിര് പറഞ്ഞില്ലല്ലോ. അത് ശരി, ചായപ്പൊടിയും ചാണകപ്പൊടിയും ഒന്നും ഇല്ലേ? ഇനിയിപ്പോ രണ്ടാമത് എന്റെ പട്ടി പോകും കടയിൽ. വേണേ വാങ്ങിച്ചോണ്ട് വരട്ടെ. കണ്ടോ, ഒന്നും കഴുകിയിട്ടില്ല. ഉറങ്ങുന്നതിന് മുമ്പ് പാത്രം കഴുകി വെക്കണമെന്ന് ഞാൻ പറഞ്ഞതാ, 1000 വട്ടം പറഞ്ഞതാ. ചോറ്റുപശ കളയുമ്പോ ഇനി നഖം പൊളിയും. ദാസാ, എടാ ദാസാ, അവന്റെ അവസാനത്തെ ഉറക്ക. എഴുന്നേറ്റ് പാടോ, നിന്റെ എച്ചിൽ കഴുകാൻ നീ എനിക്ക് ശമ്പളമൊന്നും തരുന്നില്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഒരു സഹമുറിയനോട് ഇത്രയും സഹതാപമില്ലാത്ത മറ്റൊരു സഹമുറിയനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഓൾ മൈ ഫേറ്റ്. വെള്ളം തിളപ്പിക്കണം, അരി കഴുകണം, പരിപ്പ് വേവിക്കണം. ഇന്നും ലേറ്റ് തന്നെ. എടാ ദാസാ, വിജയ, ചായ റെഡിയായില്ലേ? ക്ഷമിക്കണം സാർ, ചായപ്പൊടി തീർന്നു പോയി. ഇറ്റ്സ് ഓൾ റൈറ്റ്. നീ വേഗം ചോറും കറിയും ശരിയാക്ക, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഓഫീസിലെത്താൻ ലേറ്റ് ആകും. ഇനി നിന്റെ പാത്രം നീ പിടിച്ചോ. മനസ്സില്ല, ചക്കുകുറ്റി പോലത്തെ നിന്നെയും കെട്ടിവലിച്ചോണ്ട് ഇതുവരെ വന്നതല്ലേ സൈക്കിളിൽ. എടുത്തോണ്ട് വാടാ. ഇനി വന്നേ. തമ്പുരാക്കന്മാരെന്നും ലേറ്റായിട്ടേ വരുള്ളൂ അല്ലേ? പെട്ടെന്ന് വേവുന്ന അരി തരാൻ സാറ് റേഷൻ കടക്കാരോട് പറ. എന്ന് വെച്ചാൽ അത് തന്നെ, ഇപ്പൊ കിട്ടുന്ന അരി വേണമെങ്കിൽ ചുരുങ്ങിയത് 2 മണിക്കൂർ എടുക്കും. അതെ, അപ്പൊ പിന്നെ കുറച്ച് ലേറ്റ് ആവും. ഞാൻ ഹെഡ് ഓഫീസിൽ എഴുതിയാലുണ്ടല്ലോ. ജോലി വല്ല ഉണ്ട് പറ സാറേ. ഇവിടുത്തെ തല്ലിപ്പൊളി ശമ്പള സ്കെയിലിന് ഞങ്ങളല്ലാതെ വേറെ ആര് വരും? 1975 മുതലുള്ള കംപ്ലീറ്റ് സ്റ്റോക്കിന്റെ ഫയലുകൾ 1/2 മണിക്കൂറിന് എന്റെ മേശപ്പുറത്തെത്തണം. 75 മുതലുള്ളത്? അതെ, കംപ്ലീറ്റ് സ്റ്റോക്ക് 1/2 മണിക്കൂറിനാം ഈ മേശപ്പുറത്ത്. ഓക്കെ, താനിങ്ങി വന്നേ. താൻ പോടോ. താനിങ്ങി വരാൻ. ഇതാരെ താൻ പോടോ. ഷെയർ ഹോൾഡേഴ്സിനുള്ള റിപ്പോർട്ടെല്ലാം കവറിലാക്കിയില്ലേ? ഇനി കവർ കയറി അത് പുറത്തെടുക്കണോ? ഓ, ഒരു ചായ വാങ്ങിച്ചോണ്ട് വാ. വേഗം വേണം സാർ. 1975 മുതലുള്ള സ്റ്റോക്ക് ഫയലുകൾ 1/2 മണിക്കൂറിനകം ഞാൻ ഹെഡ് ക്ലാർക്കിന്റെ മേശപ്പുറത്ത് എത്തിക്കണം. എത്തിച്ചോ? ചായ കൊണ്ടുവരാൻ 5 മിനിറ്റ് പോരെ? മതി. പക്ഷെ ഇപ്പൊ പറ്റില്ല സാർ. പറ്റുന്നില്ല സാർ, മര്യാദയ്ക്ക് ചായ വാങ്ങിച്ചോണ്ടാണ് പറഞ്ഞത്. സാർ എന്നെ വിരട്ടാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. സാർ ഒരു കാര്യം ഓർമ്മിക്കണം, ഞാൻ BCom ഫസ്റ്റ് ക്ലാസ് പാസ്സായ ഒരാളാണ്. 10 തവണ SSLC എഴുതി കടന്നുകൂടിയ സാറ് ഇവിടെ ക്ലാർക്കും ഞാൻ പ്യൂണുമായി പോയത് വിധിയുടെ വിളയാട്ടം കൊണ്ടാണ്. ഒരിക്കലും ഒരു SSLC-കാരൻ ഒരു ഡിഗ്രിക്കാരനെ വേദനിപ്പിക്കരുത്. ചായ വാങ്ങിച്ചോണ്ട് തരാൻ പറ്റില്ല സാർ, സോറി. മഹാഭാവി, നീയായിരുന്നോ? 50 പൈസ പോയി കിട്ടി. പോട്ടെ, എല്ലാം തൊലഞ്ഞു പോട്ടെ. ഇവിടുത്തെ സ്ഥിതി അന്നൊന്ന് വഷളായിക്കൊണ്ട് വരികയാണ്. വല്ല സർക്കാർ ആഫീസും ആയിരുന്നെങ്കിൽ ഇവനൊക്കെ പിടിച്ചു നിർത്തി ഖരാമ ചെയ്യാമായിരുന്നു. ആ കാളക്കൂറ്റ മാനേജിംഗ് ഡയറക്ടർ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയപ്പോ ഞാൻ വിചാരിച്ചു സ്ഥിതി മെച്ചപ്പെടുമെന്ന്. എവിടെ? വിശാഖപട്ടണത്ത് നിന്ന് സ്ഥലം മാറി വരുന്ന MD ഒരു വിശാല മനസ്കനെന്നാ കേൾക്കുന്നത്. എങ്കിൽ നമ്മുടെ സങ്കടം ആ വിശാല മനസ്കനോട് പറഞ്ഞു നോക്കാം അല്ലേ? ഒരു വെറും സാധാരണ ക്ലാർക്കിന്റെ ജോലി മതിയായിരുന്നു. പ്രിയപ്പെട്ട അമ്മേ,
അമ്മയ്ക്ക് സുഖമാണല്ലോ എന്ന പതിവ് പല്ലവി ഞാൻ ആവർത്തിക്കുന്നില്ല. അന്യന്റെ വീട് എന്നും അന്യന്റെ വീട് തന്നെയാണ്. അമ്മയെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അല്പം കൂടെ ക്ഷമിച്ചേ പറ്റൂ. പുതിയ മേലധികാരി വന്നെത്തിയാൽ അയാളുടെ കയ്യോ കാലോ പിടിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു ജോലി സമ്പാദിക്കട്ടെ. എല്ലാം ശരിയാവും. അമ്മ എന്നെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക. ഞാൻ നന്നാവും, നല്ല നിലയിലെത്തും. അമ്മ ദൈവത്തോടുള്ള പ്രാർത്ഥന തുടരുക. അടുക്കളയിൽ വന്ന് ഇത്തിരി സഹായിച്ചാൽ എന്താ നിനക്ക്? ആ പെണ്ണ് കേൾക്കും. കേട്ടാലെന്താ? നിനക്കത് പറയാം. എന്നോട് ഈയിടെയായിട്ട് അവൾ കുറച്ച് അനുഭാവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിന്നോടോ? എടാ, നീ ഒരു മഹാമണ്ടൻ തന്നെ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള്, ഡോക്ടർ ഭാഗത്തിന് പഠിക്കുന്ന പെണ്ണ്. അനുഭാവത്തിന് ചെന്നാൽ നിന്റെ തടി അലങ്കോലമാവും. എടാ, ഞാൻ നിന്നെ പോലെ തുക്കട പ്രീ ഡിഗ്രിക്കാരനല്ല. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സാ, അറിയോ? പിന്നെ ഇപ്പോഴത്തെ ജോലി ശകലം മോശമാ, അത് തരാം. പക്ഷേ ഞാൻ കാണാൻ നിന്നെ പോലല്ല, കുറച്ചുകൂടെ സുന്ദരനാണ്. അവളുടെ അച്ഛനോട് പറയും എനിക്ക് ഇയാളെ തന്നെ മതിയെന്ന്. അവള് ജയിച്ചു കഴിയുമ്പം ഞങ്ങൾ മനോഹരമായ ഒരു നേഴ്സിംഗ് ഹോം കിട്ടും. പിന്നെ ഞാൻ ഒരു വിലസും ഞാനായിരിക്കും അതിന്റെ നടത്തിപ്പുകാരൻ. അപ്പൊ വല്ല ക്യാൻസറോ കുഷ്ഠോ പിടിച്ചോണ്ട് വന്നാൽ ഞാൻ നിന്നെതാ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. കാശ് തന്നില്ലെങ്കിൽ ആ ക്യാൻസറോട് കൂടി അപ്പ ഗേറ്റൗട്ടടിക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കൂടാ, നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. നിന്റെ കരുനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. എന്റെ വരുംകാലം ഡോക്ടറല്ലേ അത്? ഒന്ന് നിർത്തിക്കേ. വേണ്ട ദാസ, സ്വന്തം നിലമറന്ന് നമ്മൾ കളിക്കരുത്. നീ സൈക്കിൾ നിർത്തടാ. ദാസ വേണ്ട. ആക്ച്വലി ഇനി എത്ര കാലം കാണും ഹൗസ് സർജൻസി? എന്തിനാ? അല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനോ എന്ന് കരുതി. ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെന്താ ആവാഞ്ഞേ? ആവാമായിരുന്നു. പക്ഷേ ഈ മനുഷ്യന്റെ ഹൃദയവും തലച്ചോറും ഒക്കെ കീറി മുറിക്കുമ്പോ കൈ വിറക്കില്ലേ എന്നൊരു സംശയം. നടക്കുന്ന കേസ് വല്ലതും ശ്രമിച്ചാ പോരെ ദാസ? കേസെന്ന് അയാള് പറഞ്ഞത് ഞങ്ങള് ലേബർ കോർട്ടിൽ ഒരു കേസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ വരുന്ന വഴിക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. വരട്ടെ, പോവാം. നീ ഒരുമാതിരി മനുഷ്യനെ വടിയാക്കരുത്. വിഷം വാങ്ങിക്കാൻ പോലും ഇവിടെ കാശ് തകരുന്നില്ല. അതിന്റെ എന്താണോ മുഖത്ത് കണ്ണില്ലേ? ഞാനാ കുഴപ്പമുണ്ടാക്കിയത്. കുട്ടി മിണ്ടായിരിക്കൂ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. മിസ്റ്റർ, ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് കൊണ്ട് പറ്റിയതാ. ഇവിടെ ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് ചെയ്യുമ്പോ തനിക്ക് ബ്രേക്ക് അറിഞ്ഞൂടെ? താനും കൊണ്ടും കൊള്ളിച്ചാണ്ടല്ലോ. വിളിച്ചാൽ താൻ എന്ത് ചെയ്യും? താൻ തറവാട്ടി പറഞ്ഞ പെമ്പിള്ളാർക്ക് വഴി നടക്കാൻ മേലെന്ന് വെച്ചാൽ സത്യം പറയണോ? താൻ മനപ്പുറം കൊണ്ടിരിച്ചല്ലേ? മര്യാദക്ക് സംസാരിക്കണം. മനസ്സില്ല, ഇത് എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് കുന്തം വേണം. ഇതിനൊരു തീരുമാനമാകാതെ തന്നെ ഞാൻ വിടില്ല. സ്കൗണ്ടർ. താൻ എന്താ വിളിച്ചേ? സ്കൗണ്ടറിനോ? സ്കൗണ്ടറിന്റെ അർത്ഥം എനിക്കറിയാണോ? ചുമ്മാ അല്ല, ബികോം ഫസ്റ്റ് ക്ലാസ് പാസ്സായത്. സ്കൗണ്ടർ എന്ന് വെച്ചാൽ തെണ്ടിയത്. തെണ്ടിന്നല്ലേ? ശരി, അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ആയിരിക്കട്ടെ. എങ്ങനെയുണ്ട് സീൻ? നായികയ്ക്ക് വേണ്ടി നായകന്റെ ആദ്യത്തെ ത്യാഗമാണിത്. ഇനി സെന്റിമെന്റ്. അവള് വീണത് തന്നെ. ഓ, അയാള് തിരിച്ചടിച്ചിരുന്നെങ്കിൽ നീ മാറിപ്പോയേനെ. ചിലപ്പോ മാറിപ്പോകുമായിരുന്നു. നിക്കടി മോളെ, നമ്മുടെ പിള്ളേരല്ലേ. പണിക്കരമാവൻ എങ്ങോട്ടാ? വാവടച്ചില്ലേ മോനെ, ദിവസേന ഓരോന്നിനായിട്ട് കൊണ്ടുപോയി ഇഞ്ചക്ട് ചെയ്യിക്കുക. ഈ വയസ്സുകാലത്ത് അമ്മാവൻ ആരെങ്കിലും സഹായത്തിന് വിളിച്ചൂടെ? നീ തന്നെ ഇപ്പൊ വാടക വന്നിട്ട് 2 മാസമായില്ലേ? സഹായത്തിന്റെ ആളെ വെച്ച് അവന് ശമ്പളം കൊടുക്കണ്ടേ? അതിന് തമാശ പറയുന്നത് കണ്ടില്ലേ? പെട്ടിയിൽ പൂത്ത പണം അടുക്കി വെച്ചിരിക്കുന്നത് ആർക്കും അറിയില്ലെന്നാ വിചാരം? ഓ ഇനി വാടക വരുന്ന വടക 2 ആഴ്ചക്കകം തരാം. അത് പറ്റില്ല. നീ വണ്ടി വിട്. ആഫീസിൽ വന്ന് ഞാൻ നാറ്റിക്കും 2 എണ്ണത്തിനും പറഞ്ഞേക്കാം. അവിടെ നീ നാറാൻ ബാക്കിയൊന്നും ഇല്ല. അത് ശരി, വാ മോളെ. എല്ലാവരും എന്താ ഇവിടെ? പുതിയ MD 10 മണിക്ക് എത്തുന്ന ഫോൺ ഉണ്ടായിരുന്നു.
ഓ ആ എടാ വിജയ, നമ്മുടെ ഭാവി ദൈവം വരാൻ പോകുന്നു. ഓ ഈശ്വര രക്ഷിക്കണേ. രക്ഷിക്കും. ഹാർട്ടി വെൽക്കം ടു അവർ ഓഫീസ്. താങ്ക് യു. വണ്ടി കേടായി, ഞാനും ചെളി വീഴുകയും ചെയ്തു. ഓ മൈ ഗോഡ്, വരൂ സാർ. തൃപ്തിയായില്ലേ നിനക്ക്? പെണ്ണിന്റെ മുമ്പിൽ ആളാവാൻ ചെന്ന് സ്വന്തം കഴുത്തിന് തന്നെ കത്തി വെച്ചില്ലേ? ജോലി തെറിക്കുമെന്ന് ഉറപ്പാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. എടാ, മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ടാ ഇങ്ങനെ ഇരിക്കും. എന്റെ കഷ്ടകാലത്തിനാ ഞാൻ ആ വീലിന്റെ കാറ്റ് അഴിച്ചു വിട്ടത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഏട്ടന്റെ ഭാര്യയുടെ താലിമാലയും മോഷ്ടിച്ച് നാട് വിട്ടോനാ ഞാൻ. മാസത്തിലൊരു 10 രൂപ വീതെങ്കിലും സ്വരുക്കൂട്ടി വെച്ച് മാലയും കൊണ്ട് വേണം വീട്ടിൽ ചെല്ലാനെന്ന് വിചാരിച്ചതാ. നടപ്പില്ല. ഈ ജന്മത്തിൽ ഇനി അത് നടപ്പില്ല. നീ അപ്സെറ്റ് ആവാതിരിക്കുക. എങ്ങനെയാണോ അപ്സെറ്റ് ആവാതിരിക്കുക? ആട്ടും തുപ്പാണേലും ഈ പ്യൂണിന്റെ പണിയുണ്ട്. കഞ്ഞി വെച്ച് കുടിക്കാനെങ്കിലും പറ്റുമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. എങ്ങനെ? ഏയ്, മനസ്സിലായില്ല സാർ, ഇത് ഞങ്ങളാണ് സാർ. ഇത് ദാസൻ അല്ല, ഇത് വിജയൻ, ഞാൻ ദാസൻ. അത് മനസ്സിലായി. ഈ കോപ്രായത്തിന്റെ അർത്ഥം മനസ്സിലാകാത്തത്. ഇവന്റെ കണ്ണിന് നല്ല സുഖമില്ല, അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചത്. തന്റെ താടിയോ? അതിന്നിവൻ ഷേവ് ചെയ്തില്ല. ഒരു ദിവസം ഷേവ് ചെയ്യില്ലെങ്കിൽ ഇത്രയും താടി വളരുമോ? വളരും. എന്താണെന്നറിയില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാ. പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച. ഓഹോ, അതിരിക്കട്ടെ. ഇന്നലെ കാലത്ത് വന്നിട്ട് ആരുടെ വെച്ചിട്ടാ പുറത്തു പോയത്? ലീവ് ലെറ്റർ പോലും എഴുതി വെക്കാത്ത എം ഡി ചൂടായിട്ടിരിക്കുക. സാർ, അത് ആക്ച്വലി ഞങ്ങൾക്കൊരു വയറിളക്കം പിടിപെട്ടു അല്ലേ? അത് ഞങ്ങൾ രണ്ടുപേർക്കും. അപ്പൊ ആ ബഹളത്തിനിടയിൽ ഒക്കെ എം ഡിയോട് നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി. സാർ, ഉം. 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 യെസ്, കം ഇൻ. യെസ്. ഞങ്ങൾ ഇവിടുത്തെ അറ്റൻഡേഴ്സ് ആണ് സാർ. കഠിനമായ വയറുവേദന മൂലം ഇന്നലെ ഞങ്ങൾക്ക് ലീവ് ലെറ്റർ എഴുതാൻ സാധിച്ചില്ല. വയറുകൊണ്ടാണോ ലീവ് ലെറ്റർ എഴുതുന്നത്? അല്ല, നിങ്ങൾ ഇന്നലെ ഇന്നലെ ഞങ്ങളില്ല സാർ. അതല്ല, ഇല്ല സാർ, ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ. റോഡിൽ വെച്ച് പെൺകുട്ടി കാറടിച്ചപ്പോ ഞങ്ങൾ ഡ്യൂട്ടി തുടങ്ങട്ടെ സാർ. വരട്ടെ. പക്ഷെ താടി ആ ഗ്ലാസ് ഒന്നൂരി. ഞാൻ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറട്ടെ സാർ. ആ